പാർവതി സ്റ്റാഫ് റൂമിൽ മേശയിൽ തലവെച്ച് കിടന്നു. അവിടെയുള്ള മറ്റു സ്റ്റാഫുകൾ എല്ലാം അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവരെ നോക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. ചോദിച്ചാൽ ആരാണെന്ന് പറയും? ഭർത്താവാണെന്ന് എങ്ങനെ പറയും? 3 ദിവസം കൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാം പറഞ്ഞാൽ അവളുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു. പ്യൂൺ വന്ന് അവളെ കാണാൻ ഹെഡ്മാസ്റ്റർ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. ആരെയും നോക്കാതെ അവൾ വരാന്തയിലൂടെ കൂടെ നടന്നു. ഹെഡ് റൂമിന് വെളിയിൽ നിന്നും അവൾ പരുങ്ങി. എന്തു വന്നാലും നേരിടാൻ തീരുമാനിച്ചു തന്നെ അവൾ അകത്തു കയറി. പാർവതി ടീച്ചർക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടോ? ഗൗരവത്തോടെ ഹെഡ് ചോദിച്ചു. അവൾ തല താഴ്ത്തി ഇല്ല എന്ന് പറഞ്ഞു. കണ്ണിൽ നിന്നും വെള്ളം വന്നിരുന്നു. ഒരു ടീച്ചർ തന്നെ പ്രേമിക്കുക എന്ന് വെച്ചാൽ, അതും സ്കൂളിൽ വെച്ച്, കുട്ടികളൊക്കെ കേൾക്കെ. അവരെ എങ്ങനെ നമ്മൾ ഉപദേശിക്കും ഇനി? ടീച്ചർ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് പ്രേമിച്ചൂടെ തോന്നില്ലേ? പാർവതി ഒന്നും മിണ്ടാതെ നിന്നു. അവളുടെ അടുത്ത് ഒന്നിനും മറുപടിയില്ലായിരുന്നു. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ ഇടയിൽ കയറി പറയുന്ന ശബ്ദം കേട്ടതും പാർവതി തിരിഞ്ഞു നോക്കി. ചുമരിൽ ചാരി 2 കൈകൾ കെട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കാശി. അവൾക്ക് ആ നിമിഷം ദേഷ്യവും സങ്കടവും തോന്നി. കാശി ഹെഡ്മാസ്റ്ററുടെ അടുത്തേക്ക് നടന്നു. അടുത്ത് ആവർത്തിച്ചാൽ മാഷ് എന്തു ചെയ്യും? പാർവതി, ആരാ ഇത്? ഹെഡ് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. മാഷ് അവളോട് ദേഷ്യം കാണിക്കാതെ എന്നോട് ചോദിക്ക്. താൻ വെളിയിൽ പോടോ. നീ ഏതാ? നിന്നോട് ആരാ അകത്ത് കയറാൻ പറഞ്ഞത്? അതൊക്കെ എവിടെ നിൽക്കട്ടെ. ഇവളെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ കഥ ഞാൻ പാട്ടാക്കും. എന്തൊക്കെയാ താൻ പറയുന്നത്? പണ്ട് അതായത് ഒരു 30 കൊല്ലം മുമ്പ് അന്യമതത്തിൽപ്പെട്ട മേറ്റ് ടീച്ചറുമായി സദാനന്ദൻ മാഷ് ഒളിച്ചോടിയ കഥ ഞാൻ ഇവിടുത്തെ കുട്ടികളോടൊക്കെ അങ്ങ് പറയും. കാശ് പറയുന്നത് കേട്ട് പാർവതിയും ഹെഡും അമ്പരന്നു. ഹെഡ് നിന്ന് വേർത്തു. പ്രേമം തെറ്റാണെന്ന് പറയുന്ന മാഷ് തന്നെ അങ്ങനെ ചെയ്താൽ പിന്നെ കുട്ടികൾ പറയണ്ടല്ലോ. അതുകൊണ്ട് പ്രണയം തെറ്റല്ല മാഷേ. ഇതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. ഇല്ല, ഞാൻ പാർവതിയെ വെറുതെ ഒന്ന് ഇല്ല, ഇനി ഉണ്ടാവില്ല. മോനെ, ഇക്കാര്യം പുറത്ത് പറയരുത്. കുട്ടികളും മാഷുമാരും അറിഞ്ഞാൽ നാണക്കേടാണ്. അങ്ങനെയാണെങ്കിൽ പാർവതി ടീച്ചർ പോയിക്കോട്ടല്ലേ? ആ പോയിക്കോട്ടെ, ടീച്ചർ പോയിക്കോളും. ക്ലാസ് തുടങ്ങാനായി. പാർവതി കാശിയെ തുറപ്പിച്ച് നോക്കിക്കൊണ്ട് വേഗം നടന്നുപോയി. വേഗത്തിൽ നടക്കുന്ന അവളുടെ ഒപ്പം കാശിയും ഓടിയെത്തി. ഒന്ന് പതുക്കെ പോടി. വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാതെ ഒന്ന് പോയെ. മനുഷ്യന് സ്വൈര്യം തരില്ലേ എന്ന് നീ എൻ്റെ കൂടെ വാ. എന്നാൽ പിന്നെ ഞാൻ നിന്റെ പുറകിൽ വരില്ല. നിങ്ങളുടെ കൂടെ ഈ ജന്മം വരില്ല. അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്നാൽ നീ എവിടെ പോകുന്നു അവിടെ കാശി ഉണ്ടാവും. പാർവതി പിന്നെ ഒന്നും മിണ്ടാതെ വേഗം പോയി. കാശി അവൾ പോകുന്നു നോക്കി ചിരിയോടെ നിന്നു. പാർവതി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ 2 ഗേറ്റിന് വെളിയിൽ നിൽക്കുന്ന കാശിയെ. ഇയാൾക്കൊരു പണിയുമില്ലേ? വീട്ടിലായിരുന്നപ്പോൾ എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഇപ്പോൾ ഒളിപ്പിച്ച് നടക്കട്ടെ കുറച്ച്. മനസ്സിൽ ഓരോന്ന് പറഞ്ഞ് അവൾ ക്ലാസ് എടുത്തു തുടങ്ങി. പെട്ടെന്നാണ് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് എന്താ അതെ ടീച്ചറെ ഈ ഐ ലവ് യു പറഞ്ഞാൽ എന്താ? അത് കേട്ടതും പാർവതി നിന്ന് പെരുങ്ങി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചോദ്യം അവളെ കുഴച്ചു. അവൾ വേഗം തന്നെ ക്ലാസ്സിൽ നിന്നും പുറത്തു പോയി. വൈകുന്നേരം വരെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. ഇടയ്ക്കൊക്കെ അവളുടെ നോട്ടം ഗേറ്റിന് നേരെ നീളും. പക്ഷെ നിരാശയായിരുന്നു. പാർവതിയും ദേവിയും കൂടി ബസ് കാത്തു നിൽക്കുമ്പോഴാണ് കാശി റോഡിൽ വന്ന് ബൈക്ക് നിർത്തിയത്. പാർവതി അവനെ കാണാത്തതുപോലെ നിന്നു. കാശി അവളുടെ തൊട്ടു അടുത്ത് വന്ന് നിന്നു. ഞാൻ കൊണ്ടാക്കാം ടീച്ചറെ, ബസ്സിൻ്റെ പൈസ തന്നാൽ മതി. പാർവതി ഒന്നും മിണ്ടാതെ നിന്നു. ദേവി പാർവതി കാണാതെ ചിരിച്ചു. കാശി അവർക്കടുത്ത് നിൽക്കുന്ന വണ്ടിയിൽ നിന്ന് ഒരു ഐസ് വാങ്ങി നുണഞ്ഞുകൊണ്ടിരുന്നു. നാണമില്ലാത്ത മനുഷ്യൻ. പാർവതി പിറുപിറുത്തുകൊണ്ട് കാശിയെ നോക്കി. കാശി അവളോട് വേണോ എന്ന് ആംഗ്യം കാണിച്ചു. അവൾ മുഖം കൊട്ടി തിരിച്ചു പിടിച്ചു. ഐസ് കമ്പി വലിച്ചെറിഞ്ഞുകൊണ്ട് കാശി അവളുടെ സാരിത്തുമ്പിൽ കൈയും മുഖവും തുടച്ചു. പാർവതി സാരി വേഗം തന്നെ വാങ്ങി കുറച്ചു മാറി നിന്നു. ബസ് വന്നതും പാർവതി വേഗം കയറാൻ നിന്നു. പക്ഷേ അവൾക്ക് അവസാനമാണ് കയറാൻ കഴിഞ്ഞത്. എങ്ങനെയൊക്കെയോ കയറി കമ്പിയിൽ പിടിച്ചു നിന്നു. ദേവി മുന്നിലായിരുന്നു. ബസ് പോകാൻ തുടങ്ങിയതും കമ്പിയിൽ പിടിച്ചവളുടെ കയ്യിൽ ആരോ പിടിച്ചു. തിരിഞ്ഞു നോക്കിയതും അവളെ നോക്കി കാശി എളിച്ചു കൊടുത്തു. അവൾ അവനെ നോക്കി ദഹിപ്പിച്ചു. പെട്ടെന്ന് ഡ്രൈവർ ബൈക്ക് ഇട്ടതും പാർവതി മുന്നിലേക്ക് ആഞ്ഞു. അതുപോലെ പുറകിലേക്കും. കാശിയുടെ നെഞ്ചിൽ തട്ടി നിന്നതും കാശി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ബലമായി പിടിച്ചു. അവൾ കൈ വിടുവിക്കാൻ നോക്കുന്തോറും അവൻ്റെ പിടി മുറുകി. നീ എത്ര ദേഷ്യം അഭിനയിച്ചാലും നിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടപാറും. വെറുതെ എന്തിനാ നമ്മുടെ സമയം കളയുന്നത്? നമുക്ക് പ്രണയിക്കാടി. നമ്മൾ നിരപരമായി ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അതുകൊണ്ട് എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ഞാൻ പോലീസിൽ പോകും. ഓഹോ, എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ. കാശി അവളോട് മുട്ടി നിന്നു. അവളുടെ കഴുത്തിൽ മുഖം കൊണ്ട് ഉരുസി. പാർവതി കുറെ തടയാൻ നോക്കൂ, എങ്കിലും നടന്നില്ല. കാശി ഒരു വാശി പോലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവരെ തന്നെ നോക്കിയിരിക്കുന്ന ഒരാളെ കാശി കണ്ടത്. അയാളുടെ നോട്ടം കണ്ടതും കാശി ഭാര്യയാണെന്ന് അങ്ങേ കാണിച്ചു.
അയാൾ ചിരിച്ചുകൊണ്ട് ഇരുന്നു. കവലയിൽ എത്തിയതും പാർവതി തുടക്കത്തിൽ ഇറങ്ങി. കാശിയും അവളുടെ പുറകിൽ തന്നെ കൂടി. മോളെ നിൽക്കടി, ഇങ്ങനെ ഓടിയാൽ ചേട്ടന് ക്ഷീണിക്കും. അവൻ്റെ വർത്താനം കേട്ട് ദേവി ചിരിച്ചു. അത് കണ്ടതും പാർവതി അവളുടെ കയ്യിൽ വലിച്ചു വേഗം നടന്നു. അയാളുടെ ഒരു മോള്. ഇന്നലെ വരെ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഇപ്പോൾ ഭയങ്കര സ്നേഹം. എൻ്റെ പട്ടി വീഴും, പാർവതി ദേവിയോട് പറഞ്ഞ് സ്പീഡിൽ നടന്നു. കാശിയും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. മോളെ പാറു, വീട്ടിലെത്തി ചേട്ടനെ കാപ്പിയിട്ട് തരണേ, ഭയങ്കര ക്ഷീണം. പാർവതി നടത്താൻ തിരിഞ്ഞു നിന്നു. കാശി എന്താ എന്നുള്ള ഭാഗത്തിൽ അവളെ നോക്കി. എന്താ ഉദ്ദേശം? എനിക്കങ്ങനെ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല. എന്താ ചോദിച്ചേ? നിങ്ങളുടെ എല്ലാ സ്വഭാവവും എനിക്കറിയാം, അതുകൊണ്ട് എൻ്റെ മുന്നിൽ വിളച്ചിലെടുക്കണ്ട. കാശിയെ കാണാതെ ഇരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ എന്തോ അവൾക്ക് അവനെ കാണാത്തത് കൊണ്ട് ഒരു മനുഷ്യക്കുറവ് തോന്നി. എങ്കിലും അവൾ അവളുടെ വാശിയിൽ തന്നെ നിന്നു. ഒരു ദിവസം കാശി രാവിലെ റെഡിയായി ഇറങ്ങുമ്പോഴാണ് മുറ്റത്ത് പോലീസ് വന്നു നിന്നത്. കാശിയുടെ മനസ്സിൽ പാർവതി പറഞ്ഞത് ഓടി വന്നു. പക്ഷേ എങ്കിലും അവൾ ചെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. നീ പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേടാ? ജീപ്പിൽ നിന്നും ഇറങ്ങിയ പോലീസ് അവനെ പിടിച്ചു വണ്ടിയിലിട്ടു. കാശിയൊന്നും മിണ്ടാതെയിരുന്നു. ഞാൻ തിരിച്ചു പോരുമ്പോഴും സാറുമാരെ എനിക്കിതുപോലെ കാണണം. കാശിയുടെ കൊളറിൽ പിടിച്ച ഒരു പോലീസ് അവനെ നോക്കി പേടിപ്പിച്ചു. കാശി അതൊന്നും ബാധിക്കാതെ കൂളായിരുന്നു. സ്റ്റേഷനിലെത്തി കാശി അകത്ത് കയറിയതും കണ്ടു പാർവതി ഉച്ചയിൽ നിൽക്കുന്നത്. അവൻ്റെ നോട്ടം പാർവതിയിൽ സങ്കടം ഉണ്ടാക്കി. പക്ഷേ കാശി അവളെ നോക്കി ചിരിച്ചു. സാർ, ഇവളെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം ശല്യം ചെയ്യുന്നു. ഇപ്പോൾ അത് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഋഷിയുടെ വാക്കുകൾ പാർവതിയിൽ സങ്കടവും ഋഷിയോട് ദേഷ്യവും തോന്നി. കാശി അപ്പോഴും പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സത്യമാണോടാ, നീ ഇവളെ ശല്യം ചെയ്തോ? എസ് ഐ ചോദിച്ചപ്പോൾ കാശി അവളെ നോക്കി. പാർവതി തല താഴ്ത്തിയിരുന്നു. ഋഷി ചിരിയോടെ കാശിയെ നോക്കി. ഞാൻ പുറകെ നടന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ കാശി ഒന്ന് നിർത്തി. എല്ലാവരും അവൻ്റെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തു. പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ നടന്നത് ഇവരുടെ പുറകിലല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ദേവിയുടെ പുറകിലാണ്. ഇവർ തെറ്റിദ്ധരിച്ചതാവും. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു ഇന്നലെ, അല്ലാതെ എനിക്ക് വരെ അറിയില്ല സാർ. കാശിയുടെ വാക്കുകൾ കേട്ട് പാർവതി ഞെട്ടി അവനെ നോക്കി. കണ്ണുകൾ മറഞ്ഞു, കാഴ്ച മങ്ങി. കാശിയുടെ കണ്ണുകൾ അപ്പോഴും അവളിൽ തന്നെയായിരുന്നു. സാർ, ഇവൻ കള്ളം പറയുകയാണ്. ദേവിയുടെ വിവാഹം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. പിന്നെ എന്തായാലും അവൾ ഇവനെ കെട്ടാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഋഷിവാശിയോടെ കാശിയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. കാശി അപ്പോഴും തല താഴ്ത്തിയിരിക്കുന്ന പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പാർവതി ആകെ ധരിച്ച അവസ്ഥയിലായിരുന്നു. മനസ്സിൽ എന്ത് കള്ളം ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൾ ഇരുന്നു. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല സാർ, വേണമെങ്കിൽ വിളിച്ചു ചോദിക്കും. കാശി യാതൊരു ഭാവവ്യത്യാസം ഇല്ലാതെ പറയുമ്പോൾ പാർവതിയെ കണ്ണുകളും ഒഴുകി ഒലിച്ചു കൊണ്ടേയിരുന്നു. കാശി പറഞ്ഞത് അനുസരിച്ച് എസ് ഐ അവരുടെ കയ്യിൽ നിന്നും ദേവിയുടെ ഫോൺ നമ്പർ വാങ്ങി ഡയൽ ചെയ്തു. ഫോൺ സ്പീക്കർ ഇട്ട് മേശയിൽ വെച്ചു. എസ് ഐ കാശിയെ തന്നെ നോക്കി. ഓരോ റിങ്ങടിക്കുമ്പോഴും പാർവതിയുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. താൻ ആഗ്രഹിക്കാതൊന്നും കളിക്കലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഋഷിക്ക് സന്തോഷമായിരുന്നു. 2000 തനിക്ക് ലാഭം എന്ന് കരുതി അവൻ ഇരുന്നു. ഹലോ, ദേവി കോളെടുത്തു. എസ് ഐ അവളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു.